ശാലോം ടിവിയും തലശ്ശേരി അതിരൂപത KCYയും ചേർന്നൊരുക്കുന്ന യൂത്ത് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം വിവാഹം ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് പ്രകാരം പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമായിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന വണ്ണം ഈ ഒരു എപ്പിസോഡിലും യുവജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിനോടൊപ്പം തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും കൂടുതൽ വ്യക്തതയോടുകൂടി കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുവാനുമായിട്ട് ഇവിടെ ആയിരിക്കുന്നത് പേരാവൂർ സെൻറ് ജോസഫ്സ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളാണ്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യതയും അവരൊരുമിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ പരസ്പര ബഹുമാനത്തോടുകൂടി കുടുംബജീവിതം നയിക്കുമ്പോഴാണ് അത് ദൈവഹിതപ്രകാരം ഉള്ള കുടുംബജീവിതമായിട്ട് മാറുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഈ ഒരു എപ്പിസോഡിലും വിവാഹത്തെക്കുറിച്ചും അതുവഴി നമ്മളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നതിനെക്കുറിച്ചുമുള്ള യുവജനങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും പിതാവിനോട് നിങ്ങൾക്കിപ്പോൾ ചോദിക്കാവുന്നതാണ്. പിതാവേ, എൻ്റെ പേര് ഏഞ്ചൽ. പിതാവേ, കത്തോലിക്ക വിശ്വാസത്തിൽ ഒരാൾക്ക് മറ്റ് മതത്തിലുള്ള ആളുമായി വിവാഹത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുമോ? ഏഞ്ചലിന്റെ ചോദ്യം കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഇതര മതസ്ഥരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ന് ചോദിച്ചാൽ സഭ ആഗ്രഹിക്കുന്നത് രണ്ട് കത്തോലിക്കർ തമ്മിൽ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതിന് വിപരീതമായ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരാം. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ബഹുമത സ്വരത ഉള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. ക്രിസ്ത്യാനികൾ വളരെ ന്യൂനപക്ഷമാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നിടത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇതര മതസ്ഥരുമായി സൗഹൃദത്തിലാവുകയും പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് വീടുകളിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകാറുണ്ട്. ഇനി വഴക്കൂടിയിട്ടും കാര്യമില്ല എന്നറിയുമ്പോൾ മാതാപിതാക്കൾ അതിന് സമ്മതം മൂളാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തതയോടെ എല്ലാ യുവജനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹമെന്നത് പെട്ടെന്ന് കാണുന്ന ഒരു ആകർഷണത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. മറിച്ച് വിവാഹത്തിലൂടെ ഒരു യുവാവും യുവതിയും മാത്രമല്ല ഒന്നിക്കുന്നത്. രണ്ട് കുടുംബങ്ങളാണ് ഒന്നിക്കുന്നത്, രണ്ട് സംസ്കാരങ്ങളാണ് ഒന്നിക്കുന്നത്, രണ്ട് മതവിശ്വാസങ്ങളാണ് അവിടെ ഒന്നിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവിടെ രൂപപ്പെട്ടു വരാം. ഒരേ വിശ്വാസത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ട് പോലും പല പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നു. കുടുംബങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉള്ളപ്പോൾ മറ്റ് മതസ്ഥരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. പിന്നെ നമ്മൾ മാതാപിതാക്കളെ എല്ലാം പിണക്കിയത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുടുംബജീവിതത്തിൻ്റെ തുടർനാളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ പിന്തുണ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അത് വലിച്ചെറിഞ്ഞ് കളയുന്നത് ബുദ്ധിയല്ല എന്ന് യുവജനങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സർവോപരി നമ്മുടെ വിശ്വാസം ജീവിക്കുക, വിശ്വാസം പ്രണയത്തിന് വേണ്ടി ബലി കൊടുക്കുക എന്ന് പറയുന്നത് അവിവേകമാണ്. ഈ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആദിമസഭയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവത്യാഗം ചെയ്തു. തിളച്ച എണ്ണയിൽ പൊരിച്ചപ്പോൾ പോലും എൻ്റെ ക്രിസ്തീയ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ രക്തസാക്ഷികളുടെ ചോരയാണ് നമ്മുടെ സിരകളിലുള്ളത്, അല്ലേ?
ക്രിസ്ത്യാനികളെ ജീവനോട് വിശന്ന് വലഞ്ഞ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു. അവർക്ക് മൃഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസം ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ അവരാ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ. വിശ്വാസം വിലയുള്ളതാണ് എന്ന ബോധ്യം എല്ലാ യുവജനങ്ങളുടെയും മനസ്സിൽ വേണം. ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ആദ്യം എറിഞ്ഞു കളയേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന ചിന്ത വരുമ്പോഴാണ് ഈ വിശ്വാസത്തിന് വില കൊടുക്കാത്ത വിവാഹ ബന്ധങ്ങളിലേക്ക് യുവജനങ്ങൾ നീങ്ങാൻ ഇടവരിക. അതുകൊണ്ട് ഇതിനെ ഗൗരവബുദ്ധിയാ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ മറ്റൊരു വശം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില മതത്തിൽപ്പെട്ട ചെറുപ്പക്കാര് ഗൂഢമായ ലക്ഷ്യങ്ങളോടെ കത്തോലിക്ക പെൺകുട്ടികളെ തങ്ങളുടെ മതത്തിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ വിവാഹം കഴിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രണയക്കെണികൾ, പ്രണയചതികൾ എന്നൊക്കെയാണ് അതിനെ വിളിക്കേണ്ടത്. വാസ്തവത്തിൽ അവർക്ക് ഈ കുട്ടിയോട് യഥാർത്ഥത്തിൽ സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല. ഇയാളെ എങ്ങനെയെങ്കിലും വളച്ച് തൻ്റെ മതത്തിൽ എത്തിക്കുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തനിക്കിഷ്ടം പോലെ പ്രവർത്തിക്കാം എന്ന ചിന്തയോടെ വിവാഹം നടത്തുന്നവരുണ്ട്. അവര് വഞ്ചകരാണ്. അവരുടെ ചെയ്തികളെ കുറിച്ച് നമ്മൾ ശരിക്കും അവബോധമുള്ളവരാണ്. ഇനി സ്വാഭാവികമായ പ്രണയത്തിൽ ആയിരിക്കുന്ന യുവജനങ്ങളുണ്ടാകാം. ശരിക്കും അവർക്ക് പിരിയാനാവാത്ത വിധം മനസ്സുകൊണ്ട് അടുത്തുപോയി അവർക്ക് കുടുംബജീവിതം ഈ വ്യക്തിയോടൊത്തേ പറ്റുള്ളൂ എന്നായി സാഹചര്യം. അത്തരം സന്ദർഭങ്ങളിൽ സഭ മിശ്ര വിവാഹം എന്ന ഒരു കാര്യം അനുവദിക്കുന്നു. മിക്സഡ് മാര്യേജ് അഥവാ ഇന്റർകാസ്റ്റ് മാര്യേജ് എന്നതറിയപ്പെടും. ഈ വിവാഹം അനുവദിക്കണം. ഒന്നാമതായി ഇതൊരു കൂദാശയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കത്തോലിക്ക യുവജനങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ലഭിക്കുന്ന കൗദാശിക വരപ്രസാദം ഈ കർമ്മത്തിനില്ല. കാരണം അതൊരു കൂദാശയല്ല. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിയെ വിവാഹത്തിന് അനുവദിക്കുമ്പോൾ ആ വ്യക്തി ഒരു സത്യവാങ്മൂലം കൊടുക്കണം. അതിങ്ങനെയാണ്: ഈ വ്യക്തിയും കല്യാണം കഴിക്കുന്ന വ്യക്തിയും ചേർന്ന് കൊടുക്കണം. ഈ കത്തോലിക്ക മതവിശ്വാസത്തിൽപ്പെട്ട ജീവിത പങ്കാളിയെ ആ വിശ്വാസം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ തടസ്സപ്പെടുത്തില്ല എന്നും അവർക്ക് സ്വതന്ത്രമായി കത്തോലിക്ക വിശ്വാസം അനുഷ്ഠിച്ച് ജീവിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും ഈ ജീവിത പങ്കാളിയാകുന്ന അകത്തോലിക്ക വ്യക്തി അല്ലെ അക്രൈസ്തവനായ വ്യക്തി സാക്ഷ്യപ്പെടുത്തണം. രണ്ടാമത് ഒരു കാര്യം കൂടി സഭ ആവശ്യപ്പെടും. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താൻ സന്നദ്ധത അറിയിക്കും. മൂന്നാമത് ഒരു കാര്യവും കൂടി വ്യവസ്ഥയുണ്ട്. കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഇപ്രകാരം ഇന്റർകാസ്റ്റ് മാര്യേജ് നടത്തിയ ശേഷം മറ്റ് മതാചാരങ്ങൾ പ്രകാരം വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ, ചെയ്യുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, അതിനെക്കുറിച്ച് സഭയൊന്നും പറയുക. അങ്ങനെ എന്തെങ്കിലും ഈ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായത് പ്രവർത്തിച്ചാൽ ഈ കത്തോലിക്ക വിശ്വാസിക്ക് കത്തോലിക്ക സഭയിലും വിശ്വാസത്തിലുമുള്ള അവകാശം നഷ്ടപ്പെടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വിവാഹത്തെ സഭ കുറ്റകരമായിട്ടോ ശപിക്കാനോ ഒന്നും വരുന്നില്ല. മറിച്ച് എന്തിനാണ് ഈ ഇന്റർകാസ്റ്റ് മാര്യേജ് അനുവദിക്കുന്നത്? ഈ അനുവാദം ഇല്ലാതെ ഒരു വിവാഹം കഴിച്ചാൽ ആ കത്തോലിക്ക വ്യക്തി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും. അതേസമയം ഇപ്രകാരം അനുവാദത്തോടെ ഇന്റർകാസ്റ്റ് മാര്യേജ് നടത്തിയാൽ ആ കത്തോലിക്ക വിശ്വാസിക്ക് തൻ്റെ കത്തോലിക്ക ജീവിതം സഭയിൽ മറ്റേതൊരു വിശ്വാസിയെയും പോലെ തുടരാൻ അനുവാദമുണ്ട്. ആ അനുവാദം, അവകാശം ഈ പറഞ്ഞ വ്യവസ്ഥകൾ നിഷേധിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സന്ദർഭങ്ങളിൽ സഭ
നൽകുന്ന ഒരു കരുതലാണത്. അതിനെ ദുരുപയോഗം ചെയ്യരുത്. അതൊരു സാമാന്യ തത്വമായിട്ട് യുവജനങ്ങൾ തെറ്റിദ്ധരിക്കാനും പാടില്ല എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുക. പിതാവേ, എൻ്റെ പേര് ടോസിൻ. എനിക്ക് പിതാവിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു ചിന്താഗതിയാണ്, അവൻ മദ്യപിക്കും, അവനൊരു കല്യാണം കഴിച്ചാൽ ശരിയാകും, അവളൊരു എടുത്തുചാട്ടക്കാരിയാണ്, അവളൊരു കല്യാണം കഴിച്ചാൽ ശരിയാകും, അവനൊരു മയക്കുമരുന്നിന് അടിമയാണ്, ഒരു കല്യാണം കഴിച്ചാൽ ശരിയാകും. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അവനോട്ട് ശരിയാകത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അറിഞ്ഞോടുകൂടി മറ്റൊരാളുടെ ഒരു ജീവിതം കൂടിയാണല്ലോ നശിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയെ സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ സഭ വഞ്ചന, ചതി എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് നോക്കിക്കാണുന്നത്. കാരണം വേറെ ഒന്നും ശരിയാകാത്തവനെ ശരിയാക്കാനുള്ള വഴിയല്ല കല്യാണം. അവനെ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോയി നന്നാക്കിയെടുക്കുക, അല്ലാതെ മറ്റൊരാളുടെ ജീവിതം കൂടി ഭാരപ്പെടുത്തുന്നതാകരുത്. മദ്യത്തിനടിമയായ, മയക്കുമരുന്നിനടിമയായ വ്യക്തി കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് തുറന്ന് പറയണം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ മദ്യവും ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് തുറന്ന് പറയാതെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം അതിനാൽ തന്നെ അസാധുവാണ്. മയക്കുമരുന്നിന് അടിമയായ ഒരുത്തൻ ആ കാര്യം തുറന്ന് പറയാതെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ വിശ്വാസം അനുസരിച്ച് ആ കല്യാണം അസാധുവാണ്. കാരണം എന്താണ്? പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന തീരുമാനമേ വിവാഹ തീരുമാനമാവുള്ളൂ. ഇവിടെ പൂർണ്ണമായ അറിവില്ല. ഇവൻ്റെ ഈ കുരുത്തംകെട്ട സ്വഭാവം അവളോട് അറിയിച്ചില്ല. പൂർണ്ണമായ അറിവില്ലാതെ എടുക്കുന്ന തീരുമാനം സാധുവായ തീരുമാനമല്ല. അതുകൊണ്ട് ആ വിവാഹബന്ധം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ സഭയ്ക്ക് തടസ്സവും ഉണ്ടാകുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒളിച്ചുകളികളും തട്ടിപ്പുകളും മാതാപിതാക്കളും മനസ്സിലാകണം. ഒരുവനെ നന്നാക്കാനുള്ള വഴി വിവാഹമല്ല, മറിച്ച് അവനെ നന്നാക്കിയ ശേഷം, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ശരിയായ സഭാ പ്രബോധനം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിച്ചിരി മനോരോഗമുണ്ട്, ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ ശരിയാകും, അല്ലെങ്കിൽ കുറച്ച് ലഹരി ഉപയോഗിക്കുന്നതാണ്, അത് ശരിയാവുന്നു. ഇപ്പോൾ കുറേശ്ശെയൊക്കെ ലഹരി സാരമില്ല എന്ന് പറഞ്ഞ് വേറൊരാളുടെ ജീവിതം തകർക്കുന്നത്, അതാണാണേലും പെണ്ണാണേലും, അപ്രകാരമുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരു കല്യാണം കഴിക്കരുതെന്നല്ല നമ്മൾ പറയുന്നു. കല്യാണം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ നിങ്ങൾ തുറന്ന് പറയണം, ഇന്ന പ്രശ്നം എനിക്കുണ്ട്. അത് പറഞ്ഞ ശേഷം ആ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണോ, വെൽ ആൻഡ് ഫൈൻ, കുഴപ്പമില്ല. ആ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുന്ന ഒരു പുരുഷനാണോ, ഒരു കുഴപ്പമില്ല, വിവാഹത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കും. ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള പൂർണ്ണമായ അറിവില്ലാതെ തീരുമാനമെടുക്കാൻ മറ്റൊരാളെ നിർബന്ധിക്കുന്നത് വിവാഹത്തിൻ്റെ ഉടമ്പടിക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും വിവാഹം ഒരു കൂദാശ എന്നതിലുപരി ആഘോഷങ്ങൾക്കുള്ളൊരു മാർഗമായിട്ട് മാറുന്നുണ്ട്. അപ്പം വിവാഹത്തിനോട് നമ്മൾ സമീപിക്കുമ്പോൾ ഇന്നത്തെ യുവജനങ്ങളായ നമ്മൾ വിവാഹത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം വിവാഹത്തിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? വിവാഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സ്വതന്ത്രമായ ഒരു സമ്മതം, ഫ്രീ കൺസെന്റ് വിവാഹത്തിന് ആവശ്യമാണ്. ഒരാൾ നിർബന്ധിച്ച്, ഇപ്പം അമ്മ പറയാണ്, നീ ഈ ചെറുക്കനെ കെട്ടിയില്ല എങ്കിൽ എന്നെ നീ മറന്നേക്ക്, ഞാൻ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയല്ല എന്നൊക്കെ അമ്മമാർ പറഞ്ഞ് പേടിപ്പിച്ച് ഒരുത്തനെ കൊണ്ട് കെട്ടിക്കരുത്. അതും തെറ്റാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിലൊന്നാണ് വിവാഹത്തിനുള്ള തീരുമാനം. ആ തീരുമാനം സ്വതന്ത്രമായി എടുക്കാൻ അവരെ ബലപ്പെടുത്തുക, അതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് സ്വതന്ത്രമായ തീരുമാനം വിവാഹത്തിൻ്റെ സാധുവായ സ്വീകരണത്തിന് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇതിൻ്റെ അവിഭാജ്യതയാണ്. എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഇതിലിടയില്ല, അല്ലേ? ഒരുത്തൻ ഒരു കാമുകിയെ സ്വന്തമായി കൊണ്ടുനടക്കുന്നു, അത് രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് ഒരുത്തിയെ കല്യാണം കഴിക്കും. അല്ലെ വിദേശത്തൊരു ഭാര്യ നാട്ടിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വേറൊരു ഭാര്യയും കെട്ടി ജീവിക്കുന്നു. അത് അസാധുവായ വിവാഹമാണ്. കാരണം എന്താണ്? വിവാഹം അഭേദ്യമായ ബന്ധമാണ്. അത് വേറൊരാൾക്കും അതിനകത്ത് ഇടപെടാനില്ല. തന്നെയുമല്ല, ഈ വിവാഹം അഭേദ്യമാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് അതിൽ സ്ഥാനമില്ല. അത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും വിവാഹം എന്ന കൗദാശിക അവസ്ഥയിൽ ജീവിക്കാൻ സന്നദ്ധനാകും. ഒരു കൊല്ലത്തേക്ക് നോക്കാം, ഇതിനകത്ത് ശരിയായില്ലെങ്കിൽ വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കരുത്. അതാണ് ഈ അവിഭാജ്യത എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥം. മൂന്നാമതായി വിവാഹത്തിൻ്റെ സാധുതയ്ക്ക് വേണ്ടത്, നിങ്ങൾ വിവാഹം കഴിക്കുന്നതിലൂടെ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ദൈവീകമായ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ. ഇപ്പം ജന്മം കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയല്ല. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശാരീരിക പ്രതിസന്ധികൾ കൊണ്ടോ അല്ലെങ്കിൽ വന്ധ്യത മൂലമോ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പറ്റിയെന്നൊന്നും വരാത്ത സാഹചര്യമുണ്ട്. അതൊന്നും വിവാഹത്തിൻ്റെ സാധുതയെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. മറിച്ച് അങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. ജീവിതകാലം നമുക്ക് മക്കളെ വേണ്ട എന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് സഭാവിശ്വാസമനുസരിച്ച് തെറ്റായ തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് വിവാഹത്തിൻ്റെ അഭേദ്യതയുടെ ഭാഗമായി സഭ നിശ്ചയിച്ചിരിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ എല്ലാ യുവജനങ്ങളും ശരിയാം വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർക്കുക. ഇപ്പോൾ അബോർഷൻ എന്ന് പറയുന്നത് തെറ്റായി നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് വേറൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും അതിനെ അബോർഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് ഒരു അബോർഷൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയുടെ നിലപാട് എന്തായിരിക്കും? അബിന് ഇപ്രകാരം ഒരു സാഹചര്യം വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് ജീവിത പങ്കാളിയാകാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരാളുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ശരിയായ തീരുമാനമാണെന്ന് അബിന് ചിന്തിക്കാൻ പറ്റുമോ? അത് തെറ്റായ കാര്യമാണ്, അല്ലേ? അങ്ങനെ സംഭവിച്ച കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുക, അതിനകത്ത് കുഴപ്പമില്ല. മറിച്ച് ഇവിടെ ഗർഭഛിദ്രം എന്ന് പറയുന്നതിന് അത് അതിൽ തന്നെ തിന്മയായൊരു കാര്യമാണ്. ഒരു ജീവനെ നശിപ്പിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് ദൈവം തന്ന ജീവനാണ്. ആ ജീവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കുന്നത് അതിൽ തന്നെ തിന്മയായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഒരു കാരണവശാലും ന്യായീകരിക്കപ്പെടാൻ പറ്റിയാൽ ഇവിടെ എന്താണ് അതിന് ന്യായം പറയുന്നത്? ആ പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ന്യായം പറയുന്നത്, അല്ലേ? അതല്ല എങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹ ജീവിതത്തെ അതിന് തടസ്സമായി വരും. അത് ബുദ്ധിമുട്ടാണ്. ശരി, ആ ഒരു മാനം അതിനില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാവി പോലെ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ പുരുഷൻ്റെ അഭിമാനം പോലെ, അല്ലെ അതിനേക്കാളും എത്രയോ വലുതാണ് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെ ജീവനും. ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വിലയില്ലേ? ആ കുഞ്ഞിൻ്റെ ജീവന് മൂല്യമില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മൾ ചെയ്യുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി അപ്രകാരം വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ തമ്മിൽ വിവാഹം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സൗഹൃദവും സ്നേഹവും തുടങ്ങിയത് എങ്കിൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ പരിശ്രമിക്കും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോൾ അൺവെഡ് മദേഴ്സായ, വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്ന
സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഭവനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ തന്നെ അവൾക്കതിൽ നിന്ന് സ്വതന്ത്രമാകാവുന്ന സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾ അതിനു വേണ്ടിയുണ്ട്. അതിന് ഉള്ള സാഹചര്യങ്ങൾ സഭയും ചില സ്ഥലങ്ങളിൽ ക്രമീകരിക്കാറുണ്ട്. അപ്രകാരമുള്ള സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ജീവനെ നശിപ്പിച്ചിട്ട് നമ്മൾ ഒരു ന്യായവും പറയുന്നതിൽ അർത്ഥമില്ല. ജീവന് തുല്യം ജീവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗർഭഛിദ്രമാണ് എല്ലാറ്റിൻ്റെയും എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്നുള്ളത് പുതിയ തലമുറയിലെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അപകടകരമായ വഴികളിലേക്കാണ് നയിക്കുന്നത് എന്ന സത്യം ഓർക്കും. പലപ്പോഴും ഇങ്ങനത്തെ ഗർഭഛിദ്രത്തിന് വിധേയമായ സ്ത്രീകൾ മാനസികമായും ശാരീരികമായും ആകെ തളർന്നു പോകാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടാത്ത രീതിയിൽ അവരുടെ മനസ്സ് ഭാരപ്പെട്ടു പോകുന്നത് പലരും പങ്കുവച്ചിട്ടുള്ളത് എനിക്കറിയാം. അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ തെറ്റായ വഴികളിലൂടെ തെറ്റിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ഇതെല്ലാം ചെയ്ത് മറച്ചു വെച്ചേച്ചിട്ട് മറ്റൊരു പുരുഷനെ കബളിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ അതും വിവാഹത്തിൻ്റെ പവിത്രതയ്ക്ക് വിരുദ്ധമല്ല. അതുകൊണ്ട് ശാകുന്തളത്തിൽ മുനി പറയുന്നൊരു ഉപദേശമുണ്ട്. രഹോബന്ധം വിശേഷിച്ചും പരീക്ഷിച്ചിട്ട് ചെയ്യണം. രഹസ്യമുള്ളറിയാത്തവരിൽ വൈരമായി തീരും ഇത്തരം എന്നാണ്. ഈ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ വളരെ അനായാസേന സംഭവിക്കേണ്ട ഒരു കാര്യമായി മനസ്സിലാക്കരുത്. ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ സമർപ്പണമാണ്. ആ സമർപ്പണത്തിൽ എത്തുക എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ് അത് സംഭവിക്കേണ്ടത്. അല്ലാതെയുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഇങ്ങനെ ജീവിതത്തിൻ്റെ താളപ്പിഴകളായി തന്നെ അവസാനം വരെയും നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ള സത്യം കൂടി നിങ്ങൾ യുവജനങ്ങൾ മനസ്സിലാക്കും. പിതാവെ, ഇന്നത്തെ പുതിയ വിവാഹ സങ്കല്പങ്ങൾ യുവജനങ്ങൾക്കിടയിൽ മാറുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കാനുള്ള മടി കാരണം വാടക ഗർഭധാരണങ്ങൾ ഇന്ന് ഏറി വരികയാണ്. അതിനോടുള്ള പിതാവിൻ്റെ നിലപാട് എന്താണ്? വാടക ഗർഭം എന്ന് പറയുന്നത് സറോഗേറ്റ് മദർഹുഡ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് പലരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളൊന്നും ഗർഭം ധരിക്കാൻ സന്നദ്ധമാകാതെ ഇങ്ങനെ അവരുടെ ഈ വാടക ഗർഭം എന്നുള്ള സംവിധാനം ക്രമീകരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാടക ഗർഭം എന്ന് പറയുന്നത് അത്ര ലളിതമായൊരു വിഷയമല്ല. അതായത് ഭ്രൂണത്തെ, ഒരു അണ്ഡവും ബീജവും ചേരുന്ന ഭ്രൂണത്തെ ലാബിൽ വളർത്തി അതിനെ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഈ വാടക ഗർഭം എന്ന് പറയുന്നത്. അപ്രകാരം ചെയ്യുമ്പോൾ ഒട്ടനവധി ജീവനുകൾ അതിൽ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു ഭ്രൂണത്തെ തന്നെ വളർത്താൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് അണ്ഡവും ബീജവും തമ്മിൽ ചേർത്ത് ഭ്രൂണങ്ങളെ രൂപപ്പെടുത്തും. അതിനകത്തുനിന്ന് ഒന്നിലധികം ഭ്രൂണങ്ങൾ ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. അതിൽ നിന്ന് ഒന്നോ രണ്ടിനെ വളരാൻ അനുവദിക്കുന്നു. ഫലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കളപറിച്ച് കളയുന്നത് പോലെ ഒരുപാട് ജീവിതങ്ങളെ ഹോമിച്ചിട്ടാണ് ഇപ്രകാരമുള്ള രീതികളിലേക്ക് പോകുന്നത്. അത് ഈ IVF ഉപയോഗിക്കുമ്പോഴാകട്ടെ, മറ്റ് പുതിയ ഉൽപാദന രീതികൾ പരീക്ഷിക്കുമ്പോഴാകട്ടെ, സഭ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധിയാണ്. പിന്നെ മാതൃത്വം എന്ന് പറയുന്നത് അത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. അത് ഗർഭാവസ്ഥയിൽ തുടങ്ങുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഇനി
കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം. സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക, ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, വളർത്തുക. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മാതാപിതാക്കൾ ഇല്ലാതെ ആരും നോക്കാനില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ അനാഥാലയങ്ങളിൽ വളരുന്നു. അവരെ സ്നേഹിക്കുക, പരിരക്ഷിക്കുക. എല്ലാം സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്നുള്ള വാശി കളഞ്ഞ് കുറെ കൂടി വിശാലമായി മാതൃത്വവും പിതൃത്വവും ജീവിക്കാൻ ദൈവം ചിലപ്പോൾ ചില ദമ്പതിമാരോട് ആവശ്യപ്പെടുന്നുണ്ടാകാം. അതിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് തൻ്റെ ജീവിതം എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മെ പര്യാപ്തമാക്കുന്നത്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാവില്ല എന്ന് മാത്രമല്ല, അത് ആ പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കും എന്നുകൂടി നമ്മൾ തിരിച്ചറിയും. അഭിനന്ദ പിതാവേ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത ഒരു കാര്യം കുടുംബജീവിതവും വിവാഹവും ഒക്കെ ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനമാകുമ്പോഴും സഭ അതിനെ അങ്ങേയറ്റം വിലമതിക്കുമ്പോഴും തീർച്ചയായിട്ടും അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തീർച്ചയായും മാനദണ്ഡങ്ങൾ സഭയ്ക്ക് മുന്നിലുണ്ടെന്നും അത് വിവേകത്തോടുകൂടി യുവജനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ദൈവവും സഭയുമൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതുമാണ്. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം തന്ന അഭിനന്ദ പിതാവിന്, അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾക്കും ഏറെ ഹൃദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്ന ശാലോമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു.